നിങ്ങൾ അവിടെ പ്രചരണം നടത്തിയിട്ട് കാരായി രാജനെതിരെ ശക്തമായ രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമാണ്. ഫസൽ വധക്കേസിലെ പ്രതിയാണ്, നമുക്ക് മുഖ്യ ശത്രുവാണ് എന്ന രൂപത്തിൽ നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ അത് ഇവിടെ ഞങ്ങൾക്കറിയാം. എങ്ങനെ അറിയാം നിങ്ങൾ ആ മണ്ഡലത്തിൽ പറയുന്നുണ്ടോ എന്നത് ഞങ്ങൾക്കറിയില്ലല്ലോ. ഇവിടെ പരസ്യമായിട്ട് പറയുമ്പോഴാണല്ലോ. ഇതുവരെ ഞാനിപ്പോൾ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അൻസാരി പറഞ്ഞതല്ലാതെ ഇതിനു മുമ്പ് ഇവരാരും പറയുമ്പോഴോ നിഷാദ് പറയുമ്പോഴോ ദുൽഖിഫിൽ പറയുമ്പോഴോ ഒന്നും ഇത്തരം സംഭവങ്ങൾ സജീവൻ നിങ്ങൾ വെറുതെ ഫേസ്ബുക്ക് എടുത്തിട്ട് SDPI കണ്ണൂർ എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കുക. അവരുടെ ഇലക്ഷൻ അപ്ഡേറ്റ് ഒക്കെ ഉണ്ട്. കാരായി രാജനെ കുറിച്ചൊന്നും അതിനകത്തില്ല. ഇദ്ദേഹം പറഞ്ഞതൊന്നും അല്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ ആ മണ്ഡലത്തിൽ മാത്രം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? പുറത്തിൽ കേൾക്കാത്ത. അപ്പോൾ SDPIയുടെ നിലപാട്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട്, മുഖ്യ ഇത് പ്രചരണം നിശ്ചയിക്കേണ്ടത് ഞങ്ങൾ SDPIയുടെ പ്രചരണം എന്താണെന്ന് നിശ്ചയിക്കേണ്ടത് SDPI ആണ്. തീർച്ചയായും നിശ്ചയിക്കുന്നതിനോട് തെറ്റില്ല. പ്രിയപ്പെട്ട ഫസൽ സാഹിബിന്റെ കൊലപാതകളെ ഏതെല്ലാം അർത്ഥത്തിൽ ശിക്ഷയ്ക്ക് അർഹനാണോ അതെല്ലാം ചെയ്യാനുള്ള ഇപ്പോഴും അതിന്റെ കേസുമായി ബന്ധപ്പെട്ട ആ കുടുംബം നടക്കുന്നുണ്ട്. അൻസാരി നിങ്ങൾ ഫസലിന് വേണ്ടി നിയമയുദ്ധം നടത്തിയിട്ടുണ്ട്. അൻസാരി നിങ്ങൾ ഫസലിന് വേണ്ടി നിങ്ങൾ ഫസലിന് വേണ്ടി നിയമയുദ്ധം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ മഞ്ചേശ്വരത്ത് മാറി എന്ന് BJPയുടെ വിജയം തടഞ്ഞിട്ടുണ്ട്. അതൊക്കെ പഴങ്കഥ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അസാധാരണമായ ഒരു നിലപാട് മാറ്റത്തിലേക്ക് പോയിരിക്കുന്നു. അവിടെ ഫസലിനെയും നിങ്ങൾ മറന്നു, മഞ്ചേശ്വരത്തെ സാധ്യതകളെയും മറന്നു. എന്നിട്ട് നിങ്ങൾ വേറൊരു കളിക്കിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അതാണ്. അതുകൊണ്ട് പണ്ട് ഞങ്ങൾ നിയമ പോരാട്ടം നടത്തിയിരുന്നു, പണ്ട് ഞങ്ങൾ മഞ്ചേശ്വരത്ത് മാറിയിരുന്നു, അതൊക്കെ വേറെ കഥ. ഇപ്പോൾ നിങ്ങൾ വേറൊരു പ്ലേയിലാണുള്ളത്. അത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വിശദീകരിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ എടുത്തു നോക്കുമായിരുന്നു കണ്ണൂർ മണ്ഡലം, തലശ്ശേരി, അവിടെ ഒന്നും കാണുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ പാലക്കാട്ടെ MLA കാരായി രാജന്റെ കാര്യം പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടല്ലോ. അതുപോലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഒന്ന് ഷെയർ ചെയ്യാമോ? കാരായി രാജന്റെ വിഷയത്തിൽ SDPIയുടെ ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ കുറിപ്പ് ഏതെങ്കിലും സ്ട്രോങ് ആയ ഭാഷയിൽ കാരായി രാജൻ പരാജയപ്പെടണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പോലും ഞാൻ പറഞ്ഞില്ല. പാലക്കാട്ടെ ഒരു MLA ഇട്ട MLAയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഞങ്ങളുടെ നയം സ്വീകരിക്കുന്നതും ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് കാരായി രാജനോട് ഫൈറ്റ് ഇല്ല. ഏതെങ്കിലും സൈബർ നിങ്ങൾക്ക് കാരായി രാജനോട് ഫൈറ്റ് ഇല്ല. പ്രിയപ്പെട്ട ഫസൽ സാഹിബിന്റേതടക്കം SDPIയുടെ പ്രിയപ്പെട്ട ഫസൽ സാഹിബിന്റേതടക്കമുള്ള ഓരോ വിഷയത്തിലും കൃത്യമായ നിലപാട് ഇന്നുമുണ്ട്. ഞങ്ങൾ പഴങ്കഥയല്ല. ഞങ്ങൾ ഇന്നും, ഞങ്ങൾക്കറിയാവോ, ഈ RSSനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ ജയിലിൽ പോകുന്നത്. പ്രിയപ്പെട്ട എത്രയോ നേതാക്കൾ ജയിലിൽ കിടക്കേണ്ടി വന്നത് ഈ RSSനെതിരായ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ്. ഞങ്ങളുടെ കഴിഞ്ഞ മാസമാണ് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. 1 വർഷമാണ് അദ്ദേഹം ജയിൽ കിടന്നത്. എന്തിനാ? അദ്ദേഹത്തിന് വേണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ പോലെ, കോൺഗ്രസിന്റെ നേതാക്കളെ പോലെ സുഖമായി വാഴായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ലേ ഗെയിം മാറ്റി കളിച്ചു എന്ന്. അങ്ങനെ കളിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഒരു ഗെയിമും ഞങ്ങൾ കളിക്കുന്നില്ല. ഫാസിസമാണ് മുമ്പിൽ നിൽക്കുന്നത്. ആ നിൽക്കുന്ന ഫാസിസം എത്ര സടകുടഞ്ഞു നിന്നാലും ഭയപ്പെടാതെ മുന്നോട്ട് പോകാനാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എഡ്യൂക്കേഷൻ. അതുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്.